So, hi friends, welcome back to Budget Master Monsterverse Godzilla X Kong The New Empire. ആ സിനിമയ്ക്ക് ശേഷം ഇനി മോൺസ്റ്റർവേഴ്സിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. പറയാൻ കാരണം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സോ അല്ലെങ്കിൽ ബാക്കിയുള്ള സിനിമാറ്റിക് ഫ്രാഞ്ചൈസികളെ പോലെ അവർ പോസ്റ്റ് ക്രെഡിറ്റ് സീനോ ബാക്കിയുള്ള കാര്യങ്ങളോ ഇപ്പോൾ സിനിമകളിൽ നൽകുന്നില്ല. സോ അതോടെ തന്നെ അവർ തന്നെ അനൗൺസ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും അടുത്ത എന്താണ് പ്രോജക്റ്റ് എന്നോ അല്ലെങ്കിൽ അടുത്ത വില്ലൻ എന്തായിരിക്കുമെന്നോ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മാത്രമല്ലാതെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയല്ല മോൺസ്റ്റർവേഴ്സ് നമ്മളോട് പങ്കുവെക്കുന്നത്. വരുമ്പോൾ മാത്രം എന്താണ് എന്നുള്ള രീതിയാണ് മോൺസ്റ്റർവേഴ്സ് നമ്മളിലേക്ക് തരുന്നത്. എന്നാൽ പോലും മോൺസ്റ്റർവേഴ്സിൽ ഇനിയും ധാരാളം വില്ലന്മാരുണ്ട്, അതിശക്തന്മാരായിട്ടുള്ള വില്ലന്മാരുണ്ട്. എങ്ങനെയാണോ MCU വരുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു ഫ്രാഞ്ചൈസിയെ മാറ്റിയെടുക്കാൻ കെൽപ്പുള്ള വില്ലന്മാർ ഇപ്പോഴുമുണ്ട്. സോ എന്തെങ്കിലും നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത് ഇനി ആരായിരിക്കും അടുത്ത ഫ്യൂച്ചർ മോൺസ്റ്റർവേഴ്സിലെ വില്ലൻ എന്നുള്ളതിനെ പറ്റി തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാൻ പറ്റും. നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പോയിട്ട് നിങ്ങളുടെ വിഷയമാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഗോഡ്സില്ല എക്സ് കോങ് ദ ന്യൂ എംപയർ എന്ന സിനിമയിലൂടെ നമ്മൾ കണ്ടത് സ്കാർ കിങ് എന്ന് പറയുന്ന ആ ഒരു വില്ലൻ തന്നെയാണ്. സ്കാർ കിങ്ങിനെ കൂടാതെ ഷീമോയെ കണ്ടിരുന്നു എങ്കിൽ പോലും ഷീമോയ്ക്ക് വലിയൊരു റോൾ ഇല്ലായിരുന്നു എന്ന് തന്നെ ഈ ഒരു സിനിമയിൽ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. സ്കാർ കിങ്ങിൻ്റെ ഒരു അടിമയായിട്ട് മാത്രമാണ് നമ്മൾ ഷീമോയെ കണ്ടിട്ടുള്ളത്. ഷീമോയുടെ ട്രൂ പൊട്ടൻഷ്യൽ അവർ ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയും ഇരിക്കുന്നു. എന്നാൽ പോലും ഫ്യൂച്ചറിൽ ഈ ഒരു കഥാപാത്രം തീർച്ചയായിട്ടും മാറി വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ കിങ് കോങ്ങായി മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹോളോ എർത്തിൻ്റെ ഒരു രാജാവായിട്ട് തന്നെ കിങ് കോങ് മാറിയിട്ടുമുണ്ട്. അതേസമയം ഗോഡ്സില്ല സ്പേസിലായിട്ട് അല്ലെങ്കിൽ സർഫസിലായിട്ട് സകല കാര്യങ്ങളെയും നോക്കി നിൽക്കുക തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ രണ്ടു പേർക്കും അവരുടേതായിട്ടുള്ള ടെറിട്ടറി ഇപ്പോൾ സ്വന്തമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സോ അതോടെ തന്നെ ആരായിരിക്കും ഇനി അടുത്ത വില്ലൻ? മോൺസ്റ്റർവേഴ്സിൻ്റെ പഴയ സിനിമകളും ഇതുകൂടാതെ അവരുടെ ബാക്കിയുള്ള ഹിസ്റ്ററി നോക്കിയാൽ നമുക്ക് കുറേയധികം കഥാപാത്രങ്ങളുടെ പേര് കാണാൻ സാധിക്കുന്നു. ഈ കൂട്ടത്തിൽ ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് ബയോലാൻഡ് എന്ന് പറയുന്ന വില്ലനെ പറ്റി തന്നെയാണ്. ബയോലാൻഡ് പേര് പറയുന്നത് പോലെ തന്നെ പ്രകൃതിയുമായിട്ട് വളരെയധികം അടുപ്പമുള്ള ഒരു കഥാപാത്രം, എന്നാൽ പോലും വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ശക്തനായിട്ടുള്ള ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വില്ലൻ കൂടിയാണ് ബയോലാൻഡ്. ചുരുക്കി പറഞ്ഞാൽ ഒരു പൂവാണ് ഈ ബയോലാൻഡ്. അതായത് ഒരു സയൻറ്റിസ്റ്റ് തൻ്റെ മകളുമായി വളരെയധികം അടുപ്പത്തിൽ തന്നെയാണ്. തൻ്റെ മകളെ ഒരുപാടധികം ഇഷ്ടമായിരുന്നു. ആ ഒരു സമയത്ത് ഗോഡ്സില്ലയുടെ സെൽസ് വെച്ച് ധാരാളം പരീക്ഷണം നടത്തി. എന്നാൽ ഒരു അപകടത്തിൽ മകൾ മരിച്ചു. ഗോഡ്സില്ലയുടെ ആ ഒരു സെല്ല് വെച്ച് മറ്റൊരു ഗോഡ്സില്ലയെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയായിരുന്നു ഇവർ രണ്ടുപേരും. എന്നാൽ ഇതറിഞ്ഞ മറ്റൊരു രാജ്യം ഇവർക്കെതിരെ അപകടം ഉണ്ടാക്കുകയും മകളെ കൊല്ലുകയും ചെയ്തു. പിന്നീട് മകളുടെ ആ ഒരു വിഷമത്തിൽ മകളുടെ സെൽസ് വെച്ച് ഒരു റോസാപ്പൂവിനെ ഉണ്ടാക്കി. മകളുടെ ആത്മാവ് അതിലുണ്ട് എന്ന് പുള്ളിക്കാരൻ ആ സയൻറ്റിസ്റ്റ് വിശ്വസിച്ചു. എന്നാൽ ഒരപകടം വന്നപ്പോൾ ആ പൂവും നശിച്ചു. ഏറ്റവും ഒടുവിൽ ആ പൂ ഒരിക്കലും നശിക്കാതിരിക്കാൻ ഈ സയൻറ്റിസ്റ്റ് ചെയ്തത് ആ ഒരു പൂവിൻ്റെ സെല്ലും അല്ലെങ്കിൽ തൻ്റെ മകളുടെ ആ ഒരു സെല്ലുണ്ടാക്കിയ ആ ഒരു പൂവിൻ്റെ സെല്ലും ഗോഡ്സില്ലയുടെ സെല്ലുമായിട്ട് മേർജ് ചെയ്തു. എന്നാൽ ഇതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് ബയോലാൻഡ്. ബയോലാൻഡ് ഏകദേശം രണ്ട് രൂപത്തിലായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. ഒന്നൊരു പൂവിൻ്റെ രൂപത്തിലും ശേഷം അതിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ ഫോമും. ആ യഥാർത്ഥ ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിനെ തടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അഥവാ മുൻപേ പറഞ്ഞതുപോലെ ഗോഡ്സില്ലയുടെ സെല്ല് കൊണ്ടാണ് ഇതിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് റീജനറേറ്റീവ് കപ്പാസിറ്റി വളരെയധികം കൂടുതലാണ്. ആ ഒരു പൂവിൻ്റെ ഫോമിൽ നിന്ന് അതിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള അവശിഷ്ടത്തിൽ നിന്ന് മറ്റൊരു ഫോം ഉണ്ടാവും. അതാണ് ആ ഒരു ഡെഡ്ലിയസ്റ്റ് ഫോം. ഇതേ ഒരു വില്ലൻ വളരെയധികം അപകടം തന്നെ ഗോഡ്സില്ലയ്ക്കെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതോടെ തന്നെ ബയോലാൻഡ് വളരെയധികം ശപിക്കപ്പെട്ട അല്ലെങ്കിൽ അക്രമം ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. എന്നാൽ ഇതേ സമയം അടുത്തൊരു വില്ലൻ ഇതേ ബയോലാൻഡിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അഥവാ സ്പേസ് ഗോഡ്സില്ല. ബയോലാൻഡയെ ഗോഡ്സില്ല കൊന്നതിന് ശേഷം അതിൻ്റെ അവശിഷ്ടങ്ങൾ സ്പേസിലേക്ക് പോവുകയും ശേഷം അതൊരു ബ്ലാക്ക് ഹോളിലേക്ക് എത്തി അവിടെയുള്ള ചില പാർട്ടിക്കിൾസുമായിട്ടെല്ലാം മെർജായി ഒരു സൂപ്പർനോവ സംഭവിച്ച് ശേഷം മറ്റൊരു ഓർഗാനിസം അഥവാ ഒരു ഗോഡ്സില്ലയുടെ മറ്റൊരു ഫോമായിട്ട് തിരികെ വരുന്നു. ഗോഡ്സിലേക്ക് എത്ര പവർ ഉണ്ടോ അതിൻ്റെ ഇരട്ടിയോളം പവർ ഈ ഒരു കഥാപാത്രത്തിനുണ്ട്. കാരണം സ്പേസിലാണ്. സോ അതോടെ തന്നെ എന്തൊക്കെയോ കാര്യമായിട്ട് റിയാക്ഷൻ നടന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വളരെയധികം അപകടം പിടിച്ച ഒരു ഗോഡ്സില്ല തന്നെയാണ് സ്പേസ് ഗോഡ്സില്ല. ഇതാണ് മറ്റൊരു ഡെഡ്ലി വില്ലൻ. ശേഷം മറ്റൊരു വില്ലനാണ് ഗൈഗൻ. ഒട്ടുമിക്ക വില്ലന്മാരും ഗോഡ്സില്ലയുമായിട്ട് വളരെയധികം റിസംബിൾസ് ഉള്ളതാണ് പറയാൻ. കാരണം ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ അറിഞ്ഞോ അറിയാതെയോ ഗോഡ്സില്ലയിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഗൈഗനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗൈഗനും മറ്റൊരു യൂണിവേഴ്സിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഈ ഒരു കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വില്ലൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് ഇതൊരു സൈബോഗാണ്. ഹാഫ് സൈബോഗ് ആയിട്ടുള്ള ഒരു വില്ലനാണ് ഗൈഗൻ. സൈബോഗ് ആയതുകൊണ്ട് തന്നെ വളരെയധികം അഡ്വാൻസ്ഡ് വെപ്പൺ ഇതിനുണ്ട്. വളരെയധികം അപകടം പിടിച്ചൊരു വില്ലനുമാണ്. ഇതുവരെ വന്നതിൽ വെച്ചും ഏറ്റവും ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വില്ലൻ കൂടിയാണ് ഗൈഗൻ. ശേഷം അടുത്തായിട്ട് പറയാൻ പോകുന്ന ഒന്നാണ് ഡിസ്ട്രോയ. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലൻ എന്ന് വേണമെങ്കിൽ നമുക്ക് മോൺസ്റ്റർവേഴ്സിൽ ഇതിനെ പറയാൻ സാധിക്കും. ഡിസ്ട്രോയ വളരെയധികം അപകടം പിടിച്ചൊരു വില്ലൻ തന്നെയാണ്. വീണ്ടും ഇത് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു സയൻറ്റിസ്റ്റിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇത് ഉണ്ടായിരുന്നാണെങ്കിൽ
പറയാൻ സാധിക്കും. ഇതിൻ്റെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു ഡ്രാഗന് തുല്യം തന്നെയാണ്. അഥവാ ചുവന്ന നിറത്തിലായിട്ട് ഡ്രാഗന്റെ ഷേപ്പിലുള്ള എന്നാൽ അതിനേക്കാൾ വളരെയധികം അപകടം പിടിച്ച വില്ലൻ. പൊതുവെ നോക്കുകയാണെങ്കിൽ ഈ വില്ലന്മാരെയാണ് നമ്മൾ ഇനി ഫ്യൂച്ചർ മോൺസ്റ്റർ വേഴ്സിലെ സിനിമകളിൽ കാണാൻ ചാൻസ് ഉള്ളത്. എന്നാൽ ഇവയെ കൂടാതെ സില്ല എന്ന് പറയുന്നതും ഇതുകൂടാതെ മോത്രയുടെ ആൻറ്റി ഹീറോ ടൈപ്പുള്ള കഥാപാത്രങ്ങളും ഇനി വരാനിരിക്കുന്നുണ്ട്. ഇവയെല്ലാം തന്നെ എങ്ങനെ പോയാലും ഗോഡ്സിലേക്ക് പണി ഉണ്ടാകുക തന്നെയാണ്. എന്നാൽ ഈ പറഞ്ഞ അവസരത്തിലെല്ലാം തന്നെ മോസ്റ്റ് ഓഫ് ദ വില്ലന്മാരും വന്നിരിക്കുന്നത് ഗോഡ്സിലേക്കെതിരായാണ്. എന്നാൽ പോലും ഒരു വില്ലൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഗോഡ്സിലെ മാത്രമല്ല ബാധിക്കുന്നത്, ഗോഡ്സിലെ ഉള്ള ആ ജനങ്ങളെയും ബാധിക്കുന്നുണ്ട്, അഥവാ മനുഷ്യരെ ബാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ കിങ് കോങ് ഉറപ്പായിട്ടും അതിനെ നേരിടാൻ വരിക തന്നെ ചെയ്യും. എന്തൊക്കെ തന്നെയായാലും ഇനി വരാൻ പോകുന്ന വില്ലന്മാരെ ഡയറക്റ്റായിട്ടും സർഫസിൽ കൊണ്ടുവന്ന് ഗോഡ്സിലേക്കും കോങ്ങിനും നേർക്കുനേർ നിർത്തില്ല. ഒരേ സമയം ആ വില്ലൻ ഹോളോ എർത്തിലും അതേപോലെ സർഫസ് എർത്തിലും പ്രശ്നമുണ്ടാക്കുന്ന വില്ലന്മാരെ തന്നെയായിരിക്കും ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി അടുത്ത വില്ലൻ ആര് തന്നെ വന്നാൽ പോലും അത് ഒരേ സമയം ഈ രണ്ട് സ്ഥലങ്ങളിലും പ്രശ്നമുണ്ടാക്കും. അതോടെ തന്നെ ഗോഡ്സില്ല സർഫസിലെ കാര്യവും കിങ് കോങ് ഹോളോ എർത്തിലെ കാര്യവും നോക്കും. ചുരുക്കി പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇനി ഉടനെയൊന്നും നേരിട്ട് കാണില്ലെന്ന് തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇത് മാത്രമല്ലാതെ ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള സോളോ മൂവീസ് വരാനും ചാൻസ് ചിലപ്പോൾ കുറവാണ്. കാരണം ഇപ്പോൾ പൊതുവെ മോൺസ്റ്റർ വേഴ്സിൽ അവർ ഉദ്ദേശിക്കുന്ന രീതി എന്ന് പറയുന്നത് മുൻപേ ഞാൻ പറഞ്ഞതുപോലെ ഒരു കോമൺ വില്ലനെ ഇവർക്ക് നേരെ പറഞ്ഞ് വിടുക തന്നെയാണ്. എന്തായാലും രണ്ടുപേരുടെയും ഏറെക്കുറെ ക്യാരക്ടർ ആർക്ക് ഇപ്പോൾ പീക്കിലെത്തിയിട്ടുണ്ട്. കിങ് കോങ് ആയിട്ടുണ്ട്, ഗോഡ്സില്ല ഇപ്പോൾ സർഫസിൻ്റെ രാജാവുമാണ്. സോ അതുകൊണ്ട് തന്നെ ആര് തന്നെ വന്നാലും ഇനി ഏറെക്കുറെ അതൊരു എൻ ഗെയിം ലെവലിലേക്ക് പോവുക തന്നെ ഉള്ളതാണ് എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യം. സോ എന്തെങ്കിലും കാത്തിരിക്കാം മോൺസ്റ്റർ വേഴ്സിൻ്റെ അടുത്ത ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതോടെ അവസാനിപ്പിക്കാം. സോ അതോടെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഈ ഒരു കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസിസും പ്ലോട്ട്സും ഈ ഒരു കമന്റ് ബോക്സിൽ പെടുത്താം. ഇനി എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പ്രതീക്ഷയോടെ എൻ്റെ വരമൽ യു വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.